മുളക് പൊടി, അച്ചാറ്. എന്തുവാടാ തപ്പുന്നേ? എന്തുവാ തപ്പുന്നേ? അല്ല എന്തായാലും കൊറിയൻ. എടാ ഇഡ്ഡലിയും സാമ്പാറും അവിടെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഇടിയപ്പം ഇരിപ്പുണ്ട്. എന്ത് വേണ്ടെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കേ. അയ്യോ അമ്മ അതിരിപ്പുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതൊരു സുഖമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറി വന്നിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കുന്നു പോകുന്നു, ഒരു സുഖമല്ലേ അത്? അതൊരു ശീലമാണല്ലോ ചെറുതായിട്ട്. എടാ ഓ ഇനി ഒന്നൊരു കാര്യം ചോദിക്കട്ടെ. എന്താ മമ്മ? ഇങ്ങോട്ട് വാ. എടാ ആ ശിവാനി ആ പയ്യനും കൂടെ പോയിട്ടേ വന്നില്ലല്ലോ ഇതുവരെ? ഇല്ല വന്നില്ല. അവര് കഥയൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ പതുക്കെ വരുമെന്ന് പറഞ്ഞു. എടാ അവർ രണ്ടുപേരോട് ഇങ്ങനെ പോകുന്ന കാണുമ്പോഴേ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയത്തില്ലോ കൊച്ചേ? പറയും. അതുകൊണ്ട് ശിവാനിയുടെ ഫ്രണ്ടും കൂടെ സംസാരിച്ച് പോകണമെന്ന് പറയും. എടാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലയോ? വേറെ അന്യൊരാളുടെ കൂടെ പോകുമ്പോ ആൾക്കാർ കണ്ടോ അതും ഇതൊക്കെ പറയത്തില്ലെന്ന് ഞാൻ ചോദിച്ചത്. അമ്മൂമ്മ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ആര് പറയാനാ? എടാ നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയത്തില്ലയോ? അവരെന്തിനാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ട്. അമ്മൂമ്മക്ക് ഇപ്പം മനസ്സിൽ എന്തിനാണെന്ന് ഞാൻ പറയട്ടെ. ആ ഷാരോൺ എന്ന് പറഞ്ഞ പയ്യൻ ശരിയാണോ? അവനെ ഇങ്ങനെ വീട്ടിൽ വിളിച്ചൊരു 3 ദിവസമൊക്കെ നിർത്തുന്നത് അത്ര നല്ലതാണോ എന്നല്ലേ? അതെ. ശരി, എന്നാ ഇതൊക്കെ ചോദിച്ചാ പോരെ? അമ്മൂമ്മ, ഈ ശിവാനി വന്നിട്ട് ഷാരോണിവിടെ 2 ദിവസം നിന്നോട്ടേന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവനൊരു കുഴപ്പക്കാരനല്ലെന്ന് ഞാനും അവളേരും കൂടെ ഉറപ്പ് വരുത്തി. അതുകൊണ്ടാണ് നീ ഇവിടെ നിന്നോടാ നമ്മൾ പറഞ്ഞത്. മാത്രമല്ല എന്തോ പഠിത്തത്തിന്റെ കാര്യത്തിനല്ലേ അവിടെ നിൽക്കണേ. നടത്തിട്ട് പോട്ടമ്മൂമ്മ. അല്ല അതൊക്കെ ശരി തന്നെ, നാട്ടുകാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ബന്ധുക്കൾ കണ്ട എന്തോ പറയൂടാ? ഏത് ബന്ധുക്കള്? അമ്മൂമ്മ, ഈ ബന്ധുക്കൾ ആരാണ്? സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്നവരാണ് നമ്മുടെ ബന്ധുക്കള് തന്നെ. അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ളവരാരാ? നാട്ടുകാർ തന്നെ ആണല്ലോ. അപ്പൊ ബന്ധുക്കളാണോ നാട്ടുകാരാണോ വലുത്? രണ്ടുപേരും ഒരേപോലെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഇത്രയൊക്കെ മുട്ടനായില്ലേ? അപ്പൊ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുന്നു, പിന്നെ നിങ്ങൾ പറയുന്നത് കൊണ്ട് അങ്ങോട്ടങ്ങ് പോവും, അത്രേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് നൈസിൽ നടുക്കിട്ട് നിക്കണോ? വേണോ? വേണ്ട, ഇതൊക്കെ അല്ലേ കഴിക്കത്തുള്ളൂ. ശിവ, ഓ 2 ദിവസം മുൻപേ ഞാൻ പോകേണ്ടതായിരുന്നു. കേശുവും സിദ്ധോളിനും പറഞ്ഞുകൊണ്ടാ നിന്നത്. ഇന്ന് നൈറ്റ് എന്തായാലും എനിക്ക് പോകണോട്ടോ. എന്തായാലും മറ്റന്നാൾ വൈകിട്ട് ഞാനും അങ്ങ് ചെന്നൈയിലോട്ട് പോകും. നമുക്കങ്ങ് ഒരുമിച്ച് പോയാ പോരെ? അത് ശരിയാവില്ല. നിങ്ങളുടെ മീശ വലിയ കഷ്ടമാണല്ലോ. പോയില്ലേ? പോയി. അത് ശരിയാവില്ല. ഞാൻ പറയണേ അതാണ് നല്ലത്. അത് ശരിയാവില്ല, കാര്യമായിട്ട് പോണം. അത്